ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ചന്ദ്രിക പറയാണ്, ഇവിടെ ജോലി ചെയ്യുന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി നിന്നുപോകും എന്ന അവൾ കരുതുന്നത്. അവളെ നമ്മൾ മറികടക്കണം. നമുക്ക് 20 ദിവസമേ സമയമുള്ളൂ. പക്ഷേ ജോലി ചെയ്യുന്ന ദിവസങ്ങൾ കുറവാണ്. അതുകൊണ്ട് 20 ദിവസം വിശ്രമമില്ലാതെ രാപ്പകൽ നമ്മൾ ജോലി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ഈ ഓർഡർ ചെയ്തു തീർക്കാം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒരേപോലെ ഒരു നല്ല മനസ്സോടെ ഞങ്ങളെ സഹായിക്കണം. ഈ ഓർഡർ നമുക്ക് സമയത്തിന് ചെയ്തു തീർക്കാൻ സാധിച്ചാൽ ഇതുവരെ തരുന്ന ശമ്പളത്തേക്കാൾ 2 മടങ്ങ് ശമ്പളം കൂട്ടി ഞാൻ എല്ലാവർക്കും തരും. ഞങ്ങൾ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ മാത്രമല്ല മാഡം, ഞങ്ങൾ സാറിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് മേഘ മാഡം വിളിച്ചിട്ടും ഞങ്ങൾ ആ കമ്പനിയിലേക്ക് പോകാതിരുന്നത്. അത് കേട്ട് ചന്ദ്രികയും ലക്ഷ്മിയും മഹേന്ദ്ര സാറൊക്കെ പരസ്പരം നോക്കുകയാണ് സന്തോഷത്തോടെ. അവസാനം വരെയും ഞങ്ങൾ ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യും. ശമ്പളം ഇനി തന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മാഡം പറഞ്ഞതുപോലെ 20 ദിവസം കൊണ്ട് നമ്മൾ ഈ ഓർഡർ പൂർത്തിയാക്കും. മാഡം ധൈര്യമായിട്ടിരിക്കും. അത് കേട്ടപ്പോൾ സിദ്ധുവിനും സന്തോഷം തോന്നി. വേറൊരു സ്റ്റാഫ് കൂടി പറയാണ്, അതേ മാഡം, ഞങ്ങളെല്ലാവരും മാഡത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ ഇപ്പം തന്നെ ജോലി ആരംഭിക്കും. കേട്ട് മഹേന്ദ്ര സാർ പറയാണ്, കണ്ടില്ലേ ചന്ദ്രികയെ, ഈ 5 പേര് 500 പേർക്ക് സമമാണ്. നന്നായി ചിന്തിച്ച് ജോലി ചെയ്യുന്ന 5 പേരുണ്ടെങ്കിൽ 500 പേരുടെ ജോലി കംപ്ലീറ്റ് തീരും. ചന്ദ്രികയെ, നീ ധൈര്യമായിട്ട് ജോലി തുടങ്ങിക്കോ. ശരി അച്ഛാ. ഈ കാണുന്ന ബ്ലൗസ് ഇതേ മോഡലിൽ 500 എണ്ണം ഡിഫറൻസ് സൈസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനുള്ള മെഷർമെൻ്റ് എല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ശരി ശരി മാഡം. ഇതുപോലെ എന്ന് പറഞ്ഞ സിദ്ധു ഓരോന്നും കാണിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയാണോ സാർ, ഇതുപോലെയാണോ എന്ന് പറഞ്ഞ് അവർ അത് മനസ്സിലാക്കുകയാണ്. ശരി സാർ, ഇതുപോലെ ചെയ്തോ എല്ലാവരും എന്ന് പറഞ്ഞ് സിദ്ധു ഓരോന്നും ഓരോ വിധത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക്. ശരി സാർ, ഇതിനുള്ള മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ തരാം. അതിനുള്ളിൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ റെഡി ആയിക്കോ. ശരി, നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ഇപ്പോൾ വരാം. ചന്ദ്രികയും ബാക്കിയുള്ളവർക്ക് ഓരോന്നും കാണിച്ചു കൊടുക്കുകയാണ്. ഈ പാറ്റേൺ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരി, നമുക്ക് പോയി വർക്ക് തുടങ്ങാം. സാറേ, ഇത് കണ്ടോ എന്ന് പറഞ്ഞ് സിദ്ധുവിന് വേറൊരു ഐറ്റം ചന്ദ്രിക കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ധൃതി പിടിച്ച് വർക്ക് തുടങ്ങുകയാണ്, മഹേന്ദ്ര സാറും ലക്ഷ്മിയും ഒക്കെ. ചന്ദ്രിക അച്ഛനടുത്ത് പറയാണ്, അച്ഛാ ഇത് 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. അപ്പോഴേക്കും സിദ്ധു വന്നു, അങ്കിളെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, എല്ലാവരും വന്ന് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ജോലി തുടങ്ങാം. ഓക്കെ, എല്ലാവരും വരൂ, ഭക്ഷണം കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞ് സിദ്ധു എല്ലാവരെയും വിളിക്കുകയാണ്. വാ വന്നോളൂ, എല്ലാവരും വന്നോളൂ, ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിരിക്കാം. എല്ലാവരും വട്ടത്തിൽ ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയാണ്. സിദ്ധു എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് സിദ്ധുവിന് വേറെ തന്നെ ചന്ദ്രിക ചോറും കറികളും ഒക്കെ വിളമ്പി കൊടുക്കുകയാണ്. ചന്ദ്രിക, നീ കഴിച്ചോ? നല്ല ഭക്ഷണമല്ലേ? ഞാൻ കഴിച്ചു സാർ. സാറ് കുറച്ചുകൂടെ കഴിച്ചേ. സിദ്ധുവിന് എക്കിൾ വന്ന സമയത്ത് ചന്ദ്രിക പെട്ടെന്ന് തന്നെ വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചന്ദ്രികയെ നാണത്തോടെ സിദ്ധുവിനെ തന്നെ നോക്കിച്ചിരിക്കുകയാണ്. നമസ്കാരം സാർ, അകത്തേക്ക് വരൂ. സാർ, അച്ഛാ, അമ്മേ, ഇതാണ് രാമചന്ദ്രൻ സാർ, ടെക്സ്റ്റൈലിൻ്റെ ഓണർ. പിന്നെ അദ്ദേഹത്തോട് എല്ലാവരും നമസ്കാരം പറയാണ്. സാർ, ഇതെൻ്റെ അച്ഛൻ മഹേന്ദ്രൻ, ഇതെൻ്റെ അമ്മ ലക്ഷ്മി. ലക്ഷ്മി പറയാണ്, നമസ്കാരം സാർ. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ സാർ, വളരെ സന്തോഷമുണ്ട്, മഹേന്ദ്ര സാർ പറയാണ്. എന്നിട്ട് അദ്ദേഹം ചുറ്റും ഒന്ന് നോക്കുകയാണ്. ഓർഡർ കൊടുത്ത ഓണർ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ, വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണല്ലോ. ഇത്രയും ആളെ വെച്ച് 20 ദിവസത്തിനുള്ളിൽ 5000 പീസ് എങ്ങനെ അടിച്ചു തരാനാണ്? നിങ്ങളെ കൊണ്ട് എങ്ങനെയാവുക? അപ്പോൾ സിദ്ധു ചന്ദ്രികയെ വിഷമത്തോടെ നോക്കുകയാണ്. സാർ അതിന് വിഷമിക്കണ്ട, ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് സാറിന് തരും. ചന്ദ്രികയെ, നിന്നെ വിശ്വസിച്ചാണ് ഇത്രയും വലിയൊരു ഓർഡർ തന്നത്. കടയുടെ ഓപ്പണിങ്ങിനായി ദിവസം കുറിച്ച് ഇൻവിറ്റേഷനൊക്കെ അടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി പറഞ്ഞ ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഡെലിവറി ചെയ്തേ പറ്റൂ. എന്നാലേ എനിക്ക് കട ഓപ്പൺ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ വലിയ സങ്കടമാവും ചന്ദ്രികയെ. അയ്യോ ഇല്ല സാർ, ഉറപ്പായും പറഞ്ഞ ഡേറ്റിൽ തന്നെ ഞങ്ങൾ ഡെലിവറി ചെയ്യും. ശരി മോളെ, നീ പറയുന്നത് വിശ്വസിച്ച് ഞാൻ പോവുക. നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ശ്രദ്ധിച്ചോളണേ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശരി സാർ. ഉള്ള ആൾക്കാരൊക്കെ ധൃതി പിടിച്ച് സ്റ്റിച്ചിങ് വർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാണ്. അവരെ ക്ഷീണിക്കാതെ നോക്കാൻ വേണ്ടി സിദ്ധു ഇടയ്ക്കിടയ്ക്ക് ചായയും ഒക്കെ കൊണ്ടു കൊടുക്കുകയാണ്. ചന്ദ്രികയും ലക്ഷ്മിയും ഒക്കെ പെട്ടെന്ന് സ്റ്റിച്ചിങ് ചെയ്യാണ്. ലക്ഷ്മി ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് വേണ്ടതുപോലെ പെട്ടെന്ന് ചെയ്യാണ്. സിദ്ധുവും ലക്ഷ്മിയും പെട്ടെന്ന് തന്നെ ചേർന്ന് നിന്ന് ഓരോരോ അളവിലുള്ളത് ഓരോ പാക്കിലാക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്.
എല്ലാ പാക്കിങ്ങും റെഡിയാക്കി വെക്കുമ്പോഴാണ് വീണ്ടും വരുന്നത് സാർ. അപ്പോൾ ചന്ദ്രിക പറയാണ്, നമസ്കാരം സാർ. നമസ്കാരം മോളെ. ആ എന്തായി ചന്ദ്രികയെ, എത്ര പീസ് തയ്ച്ചായിരുന്നു? 500 എണ്ണം തയ്ച്ചു കഴിഞ്ഞു സാർ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചന്ദ്രികയോട് പറയാണ്, ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അതിനുള്ളിൽ എങ്ങനെയാ മോളെ 5000 ഡ്രസ്സ് തയ്ക്കുക? തയ്ച്ച് തീരും സാർ. ഞങ്ങൾ പീസെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതൊക്കെ തയ്ച്ചാൽ മാത്രം മതി. എനിക്കെന്തോ മനസ്സിലൊരു പേടി. കട തുറക്കുമ്പോൾ അവിടെ എല്ലാ തുണികളും സൈസിൽ ഉണ്ടായിരിക്കണം. ഒന്ന് വേഗം തീർത്തേക്കണേ ജോലി. ശരി സാർ, വേഗം തീർത്തേക്കാം. ശരി മോളെ. സാർ ചായ? ഓ അതൊന്നും വേണ്ട മോളെ, ഞാൻ ഇറങ്ങുന്നു. ശരി അച്ഛാ. അച്ഛന് ആ പീസെല്ലാം ഒന്ന് തയ്ച്ചു വെക്കാമോ? ചെയ്യാം മോളെ, ഉടൻ ചെയ്യാം. ശരി അച്ഛാ. എല്ലാവരും ധൃതി പിടിച്ച് വർക്ക് ചെയ്യാണ്. അപ്പോഴാണ് മനോഹരൻ വന്നിട്ട് ജനൽ വഴി ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. ചിരിച്ചുകൊണ്ട് മനോഹരൻ പറയാണ്, നോക്കാം 5000 ഡ്രസ്സുകൾ എത്ര ദിവസം കൊണ്ട് ഇവർ തയ്ക്കുമെന്ന്. നിങ്ങളെക്കൊണ്ട് പറ്റില്ല. എല്ലാവരും ധൃതി പിടിച്ച് സ്പീഡ് വർക്കായിട്ട് വർക്ക് ചെയ്യാണ്. ചന്ദ്രിക ഒരു നിമിഷം ടയർഡായി വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ്. എന്നാലും എല്ലാവരും ആത്മാർത്ഥതയോടെ സ്പീഡായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ കഷ്ടപ്പെട്ട് തയ്ച്ചാലും 5000 ഡ്രസ്സൊന്നും തയ്ക്കാനേ പറ്റില്ല. മനോഹരൻ ഒളിഞ്ഞെന്ന് നോക്കിയിട്ട് പറയാണ്. മറ്റൊരു സ്ത്രീക്ക് നന്നായിട്ട് തലകറക്കമൊക്കെ വരികയാണ്. അവർക്ക് കണ്ണ് തുറക്കാനും തലതിരിക്കാനും ഒന്നും പറ്റാത്ത രീതിയിലാണുള്ളത്. പെട്ടെന്നാണ് അവർ ക്ഷീണത്തോടെ താഴേക്ക് വീണത്. അപ്പോഴാണ് ചന്ദ്രികയുടെയും ലക്ഷ്മിയുടെയും ശ്രദ്ധയപ്പെടുന്നത്. അവർ ഓടുകയാണ്. അതുപോലെ തന്നെ സിദ്ധും പറയാണ്, അയ്യോ എന്താ പറ്റിയത് ചേച്ചി? എന്ത് പറ്റി ചേച്ചി? ചന്ദ്രികയെ സിദ്ധു വിളിക്കുകയാണ്. ഞാൻ ഇതാ വരുന്നു. കുറച്ച് വെള്ളം കൊണ്ടുപോവാ, വേഗം കൊണ്ടുപോവാ. ലക്ഷ്മി പറയാണ്, ചന്ദ്രികയെ മുഖത്ത് വെള്ളം തെളിച്ച മോളെ. ചേച്ചി കണ്ണുവർക്ക് ചേച്ചി കണ്ണു തുറന്നേ. അപ്പോൾ ലക്ഷ്മി പറയാണ്, എന്താ പറ്റിയേ? പെട്ടെന്ന് തന്നെ അവർ എണീറ്റു. അപ്പോൾ ചന്ദ്രിക പറയാണ്, പതുക്കെ ചേച്ചി. എന്ത് പറ്റി ചേച്ചി? സിദ്ധുവും ചോദിക്കുകയാണ്, എന്താ പറ്റിയേ? ലക്ഷ്മി, അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഒന്നുമില്ല മാഡം, ചെറുതായിട്ട് തല കറങ്ങിയതാ. ചേച്ചി വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വന്നാൽ മതി. ചേച്ചിയെ കണ്ടിട്ട് നല്ല ക്ഷീണം തോന്നുന്നു. അപ്പോൾ തന്നെ അവർ പറയാണ്, വേണ്ട മാഡം, സാരമില്ല. ജോലി തുടങ്ങിയിട്ട് 10 ദിവസമായി. ഇനിയൊരു 10 ദിവസം കൂടിയല്ലേ ഉള്ളൂ. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മാഡം പറഞ്ഞതുപോലെ ഈ ഓർഡർ നമുക്ക് കൊടുക്കാൻ പറ്റും. അവർക്കൊക്കെ സങ്കടം തോന്നി. എന്നിട്ട് ചന്ദ്രിക പറയാണ്, ഒരുപാട് നന്ദി ചേച്ചി. എന്തായാലും ചേച്ചി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ജോലി ചെയ്താൽ മതി. ശരി മാഡം. വാ ചേച്ചി എണീക്ക്. പതുക്കെ എഴുന്നേറ്റേ. സൂക്ഷിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാം ലക്ഷ്മി, പതുക്കെ. മനോഹരൻ വീണ്ടും വന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടും 1000 പോലും തയ്ച്ചെന്ന് തോന്നുന്നില്ല. ഇവർക്ക് ഉറപ്പായും ഇത് തീർക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അടിച്ചതും എടുത്ത് പോകുന്ന വഴിക്ക് മഹേന്ദ്ര സാറിനും വല്ലാതെ ക്ഷീണമായി നെഞ്ചുവേദനയായി വീഴുകയും ചെയ്തു. അപ്പോൾ ചന്ദ്രികയും ലക്ഷ്മിയും പോയി താങ്ങി പിടിക്കുകയാണ്. ഏയ് അച്ഛാ ഏട്ടാ എന്തു പറ്റി? ഇതുവും എത്തി. അങ്കിളേ എന്തു പറ്റി അങ്കിളേ? ഞാൻ വെള്ളം വേണോ? ആരെങ്കിലും കുറച്ച് വെള്ളം എടുത്തോണ്ട് പോവാ. ചന്ദ്രികയെ ഇവിടെ ഇരിക്കുക അങ്കിളേ, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് സിദ്ധു ഒരിടത്ത് ഇരുത്തുകയാണ്. വെള്ളം കുടിക്കച്ചാ. ഇങ്ങനെയുണ്ട് അങ്കിളേ, ഇങ്ങനെയുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയാണ്, സിദ്ധു നീ ഉടനെ ഡോക്ടറെ വിളിച്ചേ. ഇപ്പം വിളിക്കാം ആൻറ്റി. ഒന്നുമില്ല അച്ഛാ ഒന്നുമില്ല. സിദ്ധു പറയാണ്, അപ്പോൾ ഡോക്ടർ ഇപ്പോൾ വരും. എങ്ങനെയുണ്ട് അങ്കിളിപ്പോൾ? സാരമില്ല. മഹേന്ദ്രൻ സാറിനെ ഡോക്ടറെ കസേരയിലിരുത്തിയിട്ട് പരിശോധിക്കുകയാണ്. സിദ്ധു ചോദിക്കുകയാണ്, ഡോക്ടർ അങ്കിളിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹൈ BP ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഉടൻ തന്നെ മഹേന്ദ്രൻ സാറിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. സിദ്ധു, വേണ്ട, ഹോസ്പിറ്റലൊന്നും പോകണ്ട. നിങ്ങളൊക്കെ പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഇല്ല അച്ഛാ, അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. വേണ്ട മോളെ, നമുക്ക് ഈ ജോലി എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ചെയ്തു തീർക്കണം. ഹോസ്പിറ്റലിൽ പോയാൽ എന്നെ നോക്കാനായി ലക്ഷ്മി വരും, സിദ്ധാർത്ഥ് വരും. അവിടെ ജോലി നിന്നു പോകും. വേണ്ട മോളെ, നമുക്ക് ജോലി തുടങ്ങാം. എനിക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇതിൽ ടാബ്ലറ്റ്സ് എഴുതിയിട്ടുണ്ട്, റെഗുലറായിട്ട് കഴിക്കണം. വീണ്ടും പെയിൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാവും. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ ഇറങ്ങാണ്. ചന്ദ്രിക വിഷമത്തോടെ വിളിക്കുകയാണ്, അച്ഛാ എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ, ഒരു പ്രശ്നവുമില്ല. എല്ലാവരും പോയി നിങ്ങളുടെ ജോലി നോക്ക്. എനിക്കൊരു 10 മിനിറ്റ് തന്നാൽ മതി, ഞാൻ റെഡിയായി വന്നോളാം. ഇത് വീണ്ടും വിളിക്കുകയാണ്, അങ്കിളെ. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, ചെല്ല് മോളെ ചെല്ല്. വാ ആൻറ്റി. ലക്ഷ്മി നീയും ചെല്ല്. അങ്കിൾ എന്നാ റെസ്റ്റ് എടുക്ക്. ഏട്ടാ ഞാനിവിടെ തന്നെ നിൽക്കട്ടെ? ഇല്ല ലക്ഷ്മി, എനിക്കൊന്നുമില്ല, പോയി നിൻ്റെ ജോലി നോക്ക്. അങ്ങനെ മഹേന്ദ്ര സാറിനെ അവിടെ ഇരുത്തി എല്ലാവരും ജോലിക്ക് പോയി.
അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് വല്ലാതെ വിശക്കുന്നു സാർ, വിശന്നിട്ട് ബോധം പോകുന്നത് പോലെ തോന്നി എന്ന് പറയാണ് ചന്ദ്രിക സിദ്ധുവിനോട്. ചന്ദ്രിക വിശപ്പോടെ കഴിക്കുകയാണ്. അപ്പോൾ തരിക്കിപ്പോവൊക്കെ ചെയ്യാണ്. സിദ്ധു വെള്ളം എടുത്ത് കൊടുത്തിട്ട് പറയാണ്, എന്നാ വെള്ളം ഇതാ, വെള്ളം കുടിക്കേ, ശ്രദ്ധിച്ച് കുടിക്കേ. മലർ ചോദിക്കുകയാണ്, സിദ്ധു കഴിക്കുന്നില്ലേ? സിദ്ധു, ഇല്ല മോളെ, ഞാൻ പിന്നീട് കഴിച്ചോളാം. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.